നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള നിരവധി ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതൊരു വോട്ട് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി അത് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? ബി.ജെ.പി കേവല ഭൂരിപക്ഷം എത്താതെ പോയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കൂടുതൽ കൂടുതൽ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് നീങ്ങാനല്ലേ ഈ രാജ്യത്തുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിരന്തരമായിട്ടുള്ള ശ്രമം? അത് അങ്ങനെ തന്നെയായിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരിക്കും. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ DMK അടക്കമുള്ള കക്ഷികൾ ഇന്ത്യ വിരുദ്ധമായി, സനാതന ധർമ്മത്തിന് വിരുദ്ധമായി, ഹിന്ദു വിരുദ്ധമായുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ്. അത് ശക്തിപ്പെടുത്തും തോറും ഇവിടുത്തെ ഇസ്ലാമിക വോട്ട് ബാങ്ക് അവരോടൊപ്പം നിൽക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ SC, ST, ദളിത, പിന്നോക്ക, OBC വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് അവർക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നരേന്ദ്രമോദി ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ കഴിയും എന്നൊക്കെയാണ് അവർ ദിവാസ്വപ്നം കാണുന്നത്. അതിന്റെ ഒരു വലിയ ആഗോള അജണ്ടയുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇരുന്നുകൊണ്ട് ഏഷ്യയിലെ ശക്തനായ രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തിയായി, ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികൾ നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ പോസിറ്റീവ് 8% സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ അമേരിക്കയ്ക്കും ഒന്നും സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തടയിടാൻ വേണ്ടി ഇന്ത്യൻ സെൻസെക്സിനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും തകർക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിൻഡൻബർഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആരോപണങ്ങൾ കൊണ്ടുവന്നല്ലോ. സുപ്രീം കോടതി കുറ്റവാളിയാണ് എന്ന് മാറ്റി നിർത്തി ശിക്ഷ ഏറ്റുവാങ്ങിയ പ്രതിസ്ഥാനത്തുള്ള ഒരു കുറ്റവാളിയാണ് ഹിൻഡൻബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹിൻഡൻബർഗിന് വേണ്ടിയാണ് ഇവിടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വാദിക്കുന്നത് എങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും നാളെ അകത്തേക്ക് തന്നെ പോകും, ഒരു സംശയവുമില്ല. അതായത് അകത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഗാന്ധി കുടുംബം, ജയിലിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഗാന്ധി കുടുംബം വിദേശ സപ്പോർട്ടോടു കൂടി ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യയിലെ ഭരണകൂടത്തെയും അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ആക്രാന്തമാണ്. അവസാനത്തെ പ്രാണൻ പോകുമ്പോഴുള്ള പിടച്ചിലാണ് ഇപ്പോൾ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ജാമ്യം എടുത്തിട്ടാണല്ലോ ഈ ഗാന്ധി കുടുംബം, ഈ നെഹ്റു കുടുംബം, ഈ ഗണ്ഡി കുടുംബം ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ജാമ്യം നഷ്ടപ്പെടുകയും അഥവാ ജാമ്യത്തിലിരുന്നു കൊണ്ട് തന്നെ വിചാരണ നേരിടുകയും അവസാനം കുറ്റവാളികളാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്ന നിമിഷം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയുടെയും അന്ത്യമായിരിക്കും. അതറിയാവുന്നത് കൊണ്ടാണ് ആഗോള ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, രാജ്യത്തിനകത്തുള്ള വിധ്വംസക ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇവിടുത്തെ മതന്യൂനപക്ഷമായ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള മതന്യൂനപക്ഷങ്ങളിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള മുസ്ലിമിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദി സംഘടനകളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട്, അമേരിക്കയുടെയും മറ്റ് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെയും നല്ല പിള്ളയായിക്കൊണ്ട് ഭാരതത്തിനെ അകത്തുനിന്ന് ആക്രമിക്കാൻ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും, പുറത്തുനിന്ന് ആക്രമിക്കാൻ മറ്റ് നിരവധി രാജ്യങ്ങളും ഇപ്പോൾ ഒരുങ്ങുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള ആക്രമണം വരുമ്പോൾ എല്ലാ കാലവും ഈ രാജ്യം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അകത്തു നിന്നുള്ള 5ാം പത്തികൾ അവരെ പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും ജംഗിസ് ഖാനും അടക്കമുള്ളവർ ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി വന്ന കാലഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയെ കീഴടക്കാൻ കൂട്ടുനിന്നത് ഇന്ത്യയിലുള്ള ഭരണാധികാരികളാണ്, ഇന്ത്യയിലുള്ള നാട്ടുരാജാക്കന്മാരാണ്. കേരളത്തിലാണെങ്കിൽ പോലും വീര കേരള പഴശ്ശിരാജയെ പിടിച്ചു കൊടുക്കാനും പഴശ്ശിരാജയെ ഒറ്റിക്കൊടുക്കാനും നിന്നത് ഇന്ത്യയിലുള്ള മറ്റ് ഭരണാധികാരികളാണ്. എന്ന് പറഞ്ഞതുപോലെ രാജ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൻ സാമ്പത്തിക ശക്തിയായി ഭാരതം കുതിച്ചുയരുമ്പോൾ ഈ രാജ്യത്തിനകത്തുള്ള രാജ്യദ്രോഹികളായ, രാജ്യവിരുദ്ധരായ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും വൈദേശിക ആശയങ്ങളും അവരുടെ പിന്തുണയും നേടിക്കൊണ്ട് ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. സാർ, ഇപ്പോ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ 2 സംസ്ഥാനവും BJP ഭരിക്കുന്നതാണ്, മഹാരാഷ്ട്രയും ഹരിയാനയും. നിലവിലെ ഈ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഈ ബംഗ്ലാദേശ് വിഷയത്തിലടക്കമുള്ള അല്ലെങ്കിൽ വഖഫ് ബോർഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഗുണം ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? ആദ്യഘട്ടം എന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം BJPക്ക് എതിരാണ്, കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്, ഹരിയാന അടക്കം. ഇതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഒരിക്കൽ കൂടി കരുത്ത് തെളിയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു?
ഇപ്പോഴത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വളരെ വലിയ തെറ്റിദ്ധാരണ മഹാരാഷ്ട്ര, ഹരിയാന പോലെയുള്ള പ്രദേശങ്ങളിൽ വീട് വീടാന്തരം എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്, സത്യമാണ്. ആ സത്യമാണ് കഴിഞ്ഞ തവണ BJPയുടെ വോട്ടുകൾ കുറച്ചത്, സീറ്റുകൾ കുറച്ചത്. അപ്പോൾ അങ്ങേയറ്റം കരുതിയിരിക്കേണ്ട, പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഒരു വലിയ വിധി നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഭാരതം നിൽക്കുന്നത്. അതായത് ഭാരതത്തിന്റെ ഓരോ സംസ്ഥാനത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് BJPയും BJPയുടെ ശത്രുപക്ഷത്തുള്ള ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ NDAയും ഇന്ത്യ മുന്നണിയും എന്നാണ്. സത്യത്തിൽ ഭാരതത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സഖ്യം ഏറ്റുമുട്ടുന്നത് കേവലം ഭാരതത്തിനകത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടോ മുന്നണികളോടോ അല്ല, മറിച്ച് ചൈനയോട്, പാകിസ്ഥാനോട്, ജർമ്മനിയോട്, ബ്രിട്ടനോട്, കാനഡയോട്, അമേരിക്കയോട്, ആസ്ട്രേലിയയോട്, അങ്ങനെ ഭാരതത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് ഭാരതത്തെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി നിൽക്കുന്ന ഈ ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ എല്ലാവരും ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന അനൗപചാരിക മുന്നണിയോടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഏറ്റുമുട്ടുന്നത്. ആ സമയത്ത് ഇവർക്ക് പറയാൻ പറ്റും ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാരത വിരുദ്ധ പക്ഷമാണ് എന്ന് പറയുന്നതിന് തുല്യ. അപ്പോൾ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുന്നു, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഹബ്ബാവുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നു, എല്ലാ മേഖലകളിലും കുതിച്ചു മുന്നേറുന്നു. ഈ പറഞ്ഞ കൊറോണ വന്നിട്ടും സാമ്പത്തിക മാന്ദ്യം വന്നിട്ടും ഭാരതം പിടിച്ചു നിൽക്കുന്നു, ലോകത്തിന് മുഴുവൻ പിന്തുണ കൊടുക്കുന്നു. പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അപ്രതിരോധ്യമായി ഭാരതം മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കുതിക്കുമ്പോൾ ഭാരതത്തെ തകർക്കാൻ ഭാരതത്തിന്റെ അതിർത്തിക്ക് പുറത്തുള്ള പാകിസ്ഥാന് കഴിയുന്നില്ല, ചൈനയ്ക്ക് കഴിയുന്നില്ല, മറ്റു രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ ആ ദൗത്യമാണ്, ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് ഭാരതത്തെ തകർക്കുന്ന വലിയ ഒരു രാഷ്ട്രവിരുദ്ധ ദൗത്യമാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. ആ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കാൻ ലോകശക്തികളുണ്ട്, ആഗോള സാമ്പത്തിക ശക്തികളുണ്ട്, രാഷ്ട്രീയ ശക്തികളുണ്ട്. അതുകൊണ്ട് ഒരു വശത്ത് ഭാരതവും ഭാരതീയ ജനതാ പാർട്ടിയും, മറുവശത്ത് ഇന്ത്യ മുന്നണിയും ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങളും ഒന്നിച്ച് അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ജനങ്ങൾ ജാഗ്രത പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയെ മുൻനിർത്തിക്കൊണ്ട് ഭാരത വിരുദ്ധ ശക്തികൾ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇപ്പൊ ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കണ്ടു, നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടു.